അപ്പോൾ നമ്മൾ ചോദിച്ചതിൻ്റെ അർത്ഥം മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് വിലയിരുത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് നിയമസഭാ മണ്ഡലങ്ങൾ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 മണ്ഡലങ്ങൾ മത്സരമില്ലാത്ത മണ്ഡലങ്ങളാണ്. കാരണം അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട മണ്ഡലങ്ങൾ ഒന്ന് നിലമ്പൂര്, വണ്ടൂര്, മറ്റേ ഈ പെരിന്തൽമണ്ണ, തവനൂര്, പൊന്നാനി. അപ്പോൾ നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, തവനൂര്, പൊന്നാനി ഈ മണ്ഡലമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോ നിലമ്പൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഒരു 81,000 വോട്ട്, യു ഡി എഫിന് 79,000 വോട്ട്, ബി ജെ പിക്ക് 13,000 വോട്ട്. വണ്ടൂര് എൽ ഡി എഫിന് 73,000 വോട്ട്, യു ഡി എഫിന് 77,000 വോട്ട്, യു ഡി എഫിന് 10,000 വോട്ട്. പെരിന്തൽമണ്ണ എൽ ഡി എഫിന് 72,000 വോട്ട്, യു ഡി എഫിന് 77,000 വോട്ട്, ബി ജെ പിക്ക് 10,000 വോട്ട്. തവനൂര് എൽ ഡി എഫിന് 65,000 വോട്ട്, യു ഡി എഫിന് 61,000 വോട്ട്, ബി ജെ പിക്ക് 21,000 വോട്ട്. പൊന്നാനി എൽ ഡി എഫിന് 67,000 വോട്ട്, യു ഡി എഫിന് 63,000 വോട്ട്, ബി ജെ പിക്ക് 21,000 വോട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് നിലമ്പൂരാണെങ്കിലും തവനൂരാണെങ്കിലും പൊന്നാനി ആണെങ്കിലും അടിസ്ഥാന വോട്ട് വെച്ചിട്ട് എൽ ഡി എഫിനാണ് അധികം. വണ്ടൂര് ഒരു 4,000 വോട്ട് യു ഡി എഫിന്, പെരിന്തൽമണ്ണ 6,000 വോട്ട് യു ഡി എഫിന് നിൽക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിലമ്പൂര് 56,000 വോട്ട്, വണ്ടൂര് 68,000 വോട്ട് ലീഡുണ്ട്. ആ ലീഡ് സ്വാഭാവികമായിട്ട് യു ഡി എഫിന് നിലനിർത്താനാണ് സാധ്യത. പിന്നെ പെരിന്തൽമണ്ണ 26,000 വോട്ടാണ് ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന വോട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു മത്സരം നടന്ന മണ്ഡലം. തവനൂര് അടിസ്ഥാന വോട്ട് വെച്ച് എൽ ഡി എഫിനാണ് ലീഡ്. പക്ഷെ അവിടെ ലോക്സഭ ഇലക്ഷന് യു ഡി എഫിന് 18,000 വോട്ടിന്റെ ലീഡാണുള്ളത്. അതുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥി തവനൂര് വരികയാണെങ്കിൽ അവിടെ വളരെ ടൈറ്റായിട്ട് മത്സരം മാറാം. പൊന്നാനി എൽ ഡി എഫിന് 67,000 വോട്ട്, യു ഡി എഫിന് 63,000 വോട്ട്. ഉറപ്പായിട്ട് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 15,000 വോട്ട് അവിടെ യു ഡി എഫിന് ലീഡുണ്ട്. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ സാഹചര്യം ഈ അൻവറിൻ്റെ വിഷയങ്ങൾ, സമസ്തയുടെ നിലപാടുകൾ, ന്യൂനപക്ഷ വിഷയങ്ങളുള്ള തർക്കങ്ങൾ, ഇതൊക്കെ വന്നിട്ട് പൊന്നാനിയിൽ നല്ലൊരു മത്സരത്തിനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മണ്ഡലമാണ് ശരിക്കും കടുത്ത മത്സരത്തിലൂടെ എൽ ഡി എഫിന് പിടിച്ചെടുക്കാനുള്ള സാധ്യത വരികയാണ്. ബാക്കി മണ്ഡലങ്ങൾ നമ്മൾ ഈ എന്താ പറയുക, കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂര്, കോട്ടക്കല്, തിരൂര് ഈ മണ്ഡലങ്ങളൊന്നും മത്സരമില്ലാണ്ട് തന്നെ യു ഡി എഫ് ജയിക്കും. ബാക്കി പറഞ്ഞ മണ്ഡലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് വരാനുള്ള മണ്ഡലം. അതിൽ തന്നെ പെരിന്തൽമണ്ണയും തവനൂരും പൊന്നാനിയാണ് യഥാർത്ഥ പോരാട്ടം നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, തവനൂര്, പൊന്നാനി ഈ മണ്ഡലത്തിലെ ഫലങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അവിടങ്ങളിലുള്ള ആളുകൾ അറിയാവുന്നവർ പറയുക. നമ്മുടെ ഒരു കണക്കൂട്ടലാണ്. ഇനി നമുക്ക് നാളെ അടുത്ത മണ്ഡലങ്ങളിലേക്ക് പിടിക്കാം. ഓക്കെ.